അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കൊച്ചിക്കോയാണ് ഉണ്ടാക്കുന്നത്. ഇത് പേരിൽ കൊച്ചി എന്നുണ്ടായാലും ഇത് ശരിക്കും കോഴിക്കോടുകാരുടെ പഴയകാല ഒരു റെസിപ്പിയാണ്. ഇത് കോഴിക്കോടുകാർ കുടുംബക്കാരൊക്കെ ഒത്തുകൂടുമ്പോഴും വൈകുന്നേരത്തെ ചായൻ്റെ സമയമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊച്ചിക്കായ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് പഴമാണ്. ഞാനിവിടെ നല്ല പഴുത്ത മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടുക്കം പഴമായാലും പൂവൻ പഴമായാലും റോബസ്റ്റ് ആയാലും ഏത് പഴം ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഉടച്ചെടുക്കാം. പഞ്ചസാരയും പഴമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5-6 അല്ലി ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി നീരും 1 ടേബിൾ സ്പൂണ് വെള്ളം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ കൂടി ടേസ്റ്റ് വന്നാൽ ഒരു പ്രത്യേക രുചിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണമെന്നില്ല. പഞ്ചസാരേനെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലില്ലെങ്കിൽ നിങ്ങൾ പാൽ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പം ഇതിന് ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. നമ്മൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി കൊച്ചിക്കോയൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കൊച്ചിക്കോയ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുണ്ടുള്ള പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ നല്ല നാടൻ വറുത്ത അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വറുത്ത അവിലില്ലെങ്കിൽ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പൊടിച്ച അവിലിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കൊച്ചിക്കോയൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോഴിക്കോടുകാരെ അടിപൊളി കൊച്ചിക്കോയ റെഡിയായി. നമുക്കൊന്ന് ഇതൊന്ന് കഴിച്ചു നോക്കാം. പറയാനൊന്നുമില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്